ഹായ്. ഗൗതം തനിയിലും സി നിതിനും ചേർന്ന് 2025 പുറത്തിറക്കിയ അതിഭീകര കാമുകൻ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ഈ സിനിമയില് ലുക്മാൻ ഔറാൻ, ദൃശ്യ രഘുനാഥ്, അശ്വിൻ വിജയൻ, മനോഹരി ജോയ്, കാർത്തിക് പി ഇവരൊക്കെയാണ് മുഖ്യ കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലവ് സ്റ്റോറിയും ഒരു അമ്മ മകൻ പാസവും ഫ്രണ്ട്ഷിപ്പും എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ഈ അതിഭീകര കാമുകൻ എന്ന് പറയുന്ന ഈ സിനിമ. പിന്നെ ഈ സിനിമയുടെ ഒരു ഇൻട്രഡക്ഷൻ തന്നിട്ടുള്ളത് ടൊവിനോ തോമസ് ആണ് കേട്ടോ. ഈ സിനിമയുടെ ചില ഭാഗങ്ങളൊക്കെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മുടെ ടൊവിനോ തോമസിന്റെ ഒരു ഇൻട്രഡക്ഷനിലൂടെയാണ് പോകുന്നത്. അത് കേൾക്കാനും നല്ല രസമുണ്ട്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഹരി ജോയ്, അതായത് ലുക്മാൻ ഔറാന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള മനോഹരി ജോയുടെ അഭിനയമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ കാർത്തികിന്റെ ആണെങ്കിലും പിന്നെ അശ്വിൻ വിജയൻ, ദൃശ്യ, എല്ലാവരും എടുത്തു പറയേണ്ടത് എല്ലാവരും നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ഹാഫ് വരെ, ഈ സിനിമയുടെ ഒരു ഹാഫ് വരെ നമ്മുടെ ലുക്മാന്റെ അഭിനയം കുറച്ചൊരു ഒരു ക്ലീശ പോലെയൊക്കെ തോന്നിയിരുന്നെങ്കിലും പിന്നീട് എൻഡിലോട്ട് വരുന്ന സമയത്ത് നല്ല രസമായിട്ട് നമ്മുടെ ലുക്മാൻ ഔറാനും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ സോങ്ങുകളാണെങ്കിലും, പിന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഒരു 4-5-6 പാട്ടിന്റെ അടുത്തുണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ കേൾക്കാൻ നല്ല രസമുള്ള ഒരു പാട്ടുകളൊക്കെ തന്നെയാണ് കേട്ടോ. അതിലൊരു പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ് കൂടിയാണ് ഈ നമ്മുടെ അതിഭീകര കാമുകൻ എന്ന് പറയുന്ന ഈ സിനിമയിലുള്ള ആ ഒരു സോങ് ആണ്. പിന്നെ അതിന്റെ വിഷ്വൽസ് ആണെങ്കിലും, പിന്നെ സ്ക്രീൻ പ്ലേ ആണെങ്കിലും, എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം നല്ല രസമായിട്ട് ഈ സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കഥ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു സ്റ്റോറിയാണ്, പക്ഷെ നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ലവ് സ്റ്റോറിയും ഒരു അമ്മ മകൻ പാസവും. ഞാൻ വീണ്ടും എടുത്ത് പറയുന്ന അതാണ്, അമ്മ മകൻ പാസം. ലവ് സ്റ്റോറിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ അമ്മയുടെയും മകന്റെയും ആ ഒരു സ്നേഹമാണ്. അപ്പൊ ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഒരു നാട്ടിൻ പ്രദേശത്തുള്ള ഒരു അമ്മയും മകനും, അവന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന, എൻജോയ് ചെയ്ത് ലൈഫ് അടിച്ചു പൊളിച്ച് നടന്നു പോകുന്ന ഒരു ലൈഫായിരുന്നു നമ്മുടെ കഥാനായകൻ്റെത്. അങ്ങനെ ഈ നായകന്റെ ജീവിതത്തിലോട്ട് വീണ്ടും ഒരു ടെസ്റ്റ് കടന്നു വരികയാണ്. അതായത് പ്ലസ് ടു കഴിഞ്ഞ് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇവനെ പഠിപ്പിച്ചിരുന്ന ഒരു സാറിന് ഒരു വീടിന്റെ ഒരു ഇനാഗ്രേഷൻ സമയത്ത് എൻ്റെ അമ്മ കാണുന്നു. അമ്മ ഈ മാഷിനോട് പറഞ്ഞു, പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണ്, അപ്പൊ ഇതൊന്നല്ല പഠിത്തം, ഇതിന് മേലെയും ഇനി പഠിത്തം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിഗ്രിക്ക് ചേരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഡിഗ്രിയിൽ ചേരാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് കാർത്തിക് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്സിനെ അവനക്ക് കിട്ടുന്നതും ഈ കഥാനായികയെ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നതും. അങ്ങനെയാണ് അങ്ങനെ ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്സ് ആയി വരും. ആ ഒരു ഇടയ്ക്ക് നമ്മുടെ ലുക്മാന് ഒരു ചെറിയൊരു പ്രണയം നമ്മുടെ കഥാനായികയോട് വരുന്നുണ്ട്. ആ ഒരു പ്രണയം അവളോട് പറയാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഇവളുടെ എൻഗേജ്മെന്റിനെ കുറിച്ച് നമ്മുടെ കഥാനായകനോട് പറയുന്നത്, അതായത് ലുക്മാനോട് പറയുന്നത്. അപ്പൊ അവൻ ആകെ തകർന്നു പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു തകർച്ച അവന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതുവരെ അമ്മയും മകനുമായിട്ട് ജീവിച്ചിരുന്ന ഒരാളുടെ ഇടയിലോട്ട് ഒരു പെണ്ണ് കയറി വരുന്നു. ആ പെണ്ണാണെങ്കിൽ ഇവൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവളുടെ എൻഗേജ്മെന്റ് വേറെ രീതിയിൽ കഴിയുന്നുണ്ട്. അങ്ങനെ ആ ഒരു തകർച്ചയിൽ ഇവനൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു ഇമോഷണൽ ഇവന് ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ആക്സിഡന്റിന് ശേഷം വീണ്ടും ഇവൻ കോളേജ് വരുന്നു. കോളേജ് വന്നതിന് ശേഷം ഇവളോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ ആദ്യം അത് ഒരു കള്ളിന്റെ പുറത്ത് പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതും വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഒരു ചെറിയൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും അവരുടെ ഫ്രണ്ട്ഷിപ്പും അവരുടെ ലവ് സ്റ്റോറിയും വീണ്ടും ഒരു ഡീപ്പിലോട്ട് പോകുന്ന പോലെ വീണ്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവരൊരു ട്രിപ്പ് പോകുന്നുണ്ട്, കോളേജിൽ നിന്ന് ഒരു ടൂർ പോകുന്നുണ്ട്. ആ ടൂർ പോകുന്ന ആ സമയത്ത് അവിടെ വെച്ചിട്ട്, അതായത് ടൂർ പോയ സ്ഥലത്ത് വെച്ചിട്ട് ഇവൻ കള്ളുകൂടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവളുടെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന കാണുമ്പോൾ ഇവൾക്കും ചെറിയ വിഷമം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അതിലൊരു ചെറിയൊരു സീനില് നമ്മുടെ വിജയനെ കാണാൻ വേണ്ടി പോകുന്ന മറ്റേ കുറിച്ച് വന്നുള്ളൊരു ആളുണ്ടായിരുന്നില്ല, ആളുടെ പേര് ഞാൻ മറന്നുപോയി. ആളുടെ ഒരു ചെറിയൊരു ഷോട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഏറെ ഒരു 5 സെക്കൻഡ്, ഒരു 10 സെക്കൻഡ് ഉള്ളിലുള്ള ഒരു ചെറിയ ഷോട്ട് അതിൽ കാണിച്ചു പോകുന്നുണ്ട്. അതെന്തിനാണ് കാണിച്ചതെന്ന് അറിയില്ല, ചുമ്മാ ഒരു റോള് കൊടുത്തതായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ആ ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത്, ആ ട്രിപ്പിന് പോയ അവിടെ വെച്ചിട്ട് ഇവര് വീണ്ടും ഒരു കുറച്ച് സമയമെങ്കിലും അവന് ഒരു പഴയ ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവൻ കല്യാണത്തിന് പോവാണ്, ഇവളുടെ കല്യാണത്തിന് പോവാണ്.
ഇവരുടെ കല്യാണത്തിന് പോയിട്ട് അവിടെ വെച്ചിട്ട് ഇവളുടെ അച്ഛൻ ഇവനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ആ ഇൻസൾട്ട് കൂടി ആയപ്പോൾ ഇവന് ഭയങ്കരമായിട്ട് തകർന്നു പോവുകയാണ്. ഇനി ലൈഫിലൊന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലോട്ടൊക്കെ തകർന്നു പോയി ഇവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ അതായത് ഇവന്റെ കൂട്ടുകാരനെ പോലും കൊണ്ടുപോകാത്ത രീതിയിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതൊക്കെ കുറച്ച് ക്ലീശയാണ്, എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം, കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയിട്ട് അവിടെ ചാടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇവനിങ്ങനെ അവളുടെ ഫോട്ടോയും അവൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന വാച്ചൊക്കെ കളയുന്നു. അതിനുശേഷം ഇവൻ ചാവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇവന്റെ അമ്മയുടെ ഫോട്ടോ കാണുന്നുണ്ട്. ആ അമ്മയുടെ ഫോട്ടോ കാണുമ്പോൾ ശരിക്കും നമുക്കും ഒരു ഇമോഷണലി അമ്മ മകൻ എന്നുള്ള ഒരു ഇഷ്യൂ അല്ല, സോറി, ഒരു പ്രണയം അല്ല, എന്താ പറയാ, എനിക്ക് പറയാൻ കിട്ടുന്നില്ല, അങ്ങനെ ഒരു ഇമോഷണൽ സീൻ വരുന്നുണ്ട്. ആ ഇമോഷണൽ സീനിൽ ഇവൻ തിരിച്ചു വീണ്ടും അമ്മയുടെ അടുത്തോട്ട് വരികയാണ്. അതായത് ചാവണം കാട്ടി മുന്നേ അമ്മയുടെ മുഖം കണ്ട കാരണം കൊണ്ട് അമ്മയുടെ മുഖം അതായത് ആ ഒരു സീനിൽ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഇവനും അമ്മയും കൂടി ആ ലൈഫ് വീണ്ടും എൻജോയ് ചെയ്യുന്നു. അവൾ വേറെ കല്യാണം കഴിച്ച് അങ്ങനെ പോകുന്നു. അതിനുശേഷം അതിഭീകര കാമുകൻ എന്നുള്ള പേര് മാറിയിട്ട് എന്താ പറയാ, അമ്മ മകൻ പാസം, അതായത് വീണ്ടും നല്ലൊരു സ്നേഹത്തിലൂടെയുള്ള അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇവൻ വേറെ കല്യാണം കഴിച്ച് ആ കൊച്ചിനോട് പറയുന്ന ഒരു കഥയായിട്ടാണ് ലാസ്റ്റ് എൻഡ് ഓഫ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. എന്റെ സിനിമയെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കുറച്ച് ലാഗ് ഉണ്ട്, ആ ലാഗ് ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായിട്ട് കാണാൻ പറ്റും ഈ ഒരു സിനിമ. അപ്പൊ കണ്ടവരൊക്കെ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കണം. കാണാത്തൊരു വൺ ടൈം മൂവിയാണ്, നിങ്ങൾ ഷുവറായിട്ട് കണ്ടു. ചെറുതായിട്ടൊരു ബോറടി ഉണ്ടെങ്കിലും രസമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാണാത്തവരൊന്ന് കണ്ടിട്ട് എനിക്ക് കമന്റ് അറിയിക്കുക. കണ്ടവരും കമന്റ് അറിയിച്ച് നമ്മളെ തൃപ്തിപ്പെടുത്തേണ്ടതാണ്. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അപ്പൊ ഓക്കെ, ബൈ.